ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഷെയർ ചെയ്യുന്നത്. ഉൾവശം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടിയതാ ഒരു മിക്സ്ഡ് ചാറിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടിയും ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. വറുത്തതോ വറുക്കാത്തതോ ഈ നൈസായിട്ടുള്ള അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഈ ഒരു അരിപ്പൊടിൻ്റെ കൂടെ തന്നെ ആ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഒരു 4-5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ അത്രയും അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മതിയാകും. പിന്നെ കുറച്ച് അതായത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉപ്പും അത് ആ ഒരു സെയിം അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം മതിയാകും. ഇനി ശർക്കരപ്പാനി നല്ലോണം ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 കട്ട ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് നല്ലൊരു എന്താ പറയുക നല്ല ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചെറുപഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ചെറുപഴം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെറുപഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ആ ഒരു ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് ഓൾറെഡി ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും പുറത്തുനിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തില്ലാതെ എന്ത് ഉണ്ണിയപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് കരിഞ്ജീരകമാണ്. കുറച്ചധികം കരിഞ്ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകത്തിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഈ ഒരു കരിഞ്ജീരകവും കറുത്ത എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഉണ്ണിയപ്പം ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ എന്തായാലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കുന്ന ടൈമിൽ വേണം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് റവ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുക നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കൊരു ഉണ്ണിയപ്പം ഇതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മാത്രമല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ണിയപ്പം എത്ര ഉണ്ടാക്കിയിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ.